അതിന് ചിത്രപാടി ഒരു സൂപ്പർ ഹിറ്റ് പാട്ടുണ്ടായിരുന്നു. വാർത്തിങ്കൾ പാൽ കുടമേന്തും രാധികയല്ലോ കണ്ണാന്നൊരു പാട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഞാനൊരു എന്താ പറയുക ഒരു എൻ്റെ സമയദോഷം എന്ന് പറയുന്ന കാര്യം അതാണ്. ഈ പടം ഞാൻ ചെയ്ത കാസറ്റ് അന്ന് തരങ്ങണി കാസറ്റ് ഇറങ്ങുമ്പോൾ ഈ പടത്തിൻ്റെ കൂടെ വേറൊരു പാട്ട് സാധാരണ 2 പാട്ട് ക്ലബ് ചെയ്തിട്ടാണല്ലോ ഇറങ്ങണേ, അങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് എൻ്റെ കൂടെ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി എന്നെക്കാട്ടിയും കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു മ്യൂസിക് ഡയറക്ടറുടെ പാട്ടാണ്. നാച്ചുറലി സ്വാഭാവികമായിട്ട് എൻ്റെ ഈ പാട്ടുകളെല്ലാം ക്രെഡിറ്റ് പുള്ളിക്കാണ് പോയത്. ഇത് ഈ അടുത്ത കാലത്ത് ഇങ്ങനെ പറയുന്ന സമയത്താണ് ഇത് നിങ്ങളാണോ ചെയ്തത് എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചത്. അയ്യോ ഞങ്ങൾ ഇന്നാരെന്നാണ് കരുതിയിരുന്നത്. പറഞ്ഞു നിങ്ങൾ കരുതിയിരുന്നത് കുറ്റം പറയാക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ. അത് കൂടെ കൊണ്ടായിരിക്കും ഇപ്പം അങ്ങനെ വിചാരിച്ച പോലെ ഫ്ലഷായിട്ട് വരാത്ത. പിന്നെ ഇതിൽ നിന്ന് ആരതും പരാതിയും പരിഭവമൊന്നും വിട്ട് കാര്യമില്ല. ഇത് ഒക്കെ എന്തോ ഒന്ന് തലയിൽ എഴുതി വിട്ടിട്ടുണ്ട്. അത് ഇത്രയൊക്കെ ഞാൻ പലരും വിചാരിക്കുന്നതാണ്, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, ഇതൊന്നും പറ്റാത്തവരെത്രയോ ഇല്ല. ഞാൻ കിളിക്കൊഞ്ചലിൽ പാട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ആകെപ്പാട് ഒരു വയലിനെ വായിക്കുന്നുള്ളൂ, ഒരു സോളോ വയലിനാണ്, പെയ്യാതെ പൈമേഘത്തിലൊക്കെ. അദ്ദേഹം ഇന്ന് ആ വായിച്ച ആർട്ടിസ്റ്റ് ഇന്ന് വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ്, മോഹൻ സിതാര. എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ കൂടെ വായിച്ച് പുള്ളി വിഷാദ ഗാനങ്ങളാണ് പുള്ളി ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്നത്. പുള്ളി ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ഫിലിമും എൻ്റെതാണ്, മണിച്ചപ്പ് തുറന്നപ്പോൾ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വളർന്ന് വലുതാണ് എനിക്ക് സന്തോഷമുള്ളൂ. എനിക്കൊരു സങ്കടവുമില്ല, എനിക്ക് അതിലൊന്നും ഒരു വിഷമവുമില്ല. പിന്നെ പറയാൻ വേണ്ടി പറയാം, ഇന്നിപ്പം ശരിക്കും അന്ന് അതല്ലെങ്കിൽ മദ്രാസിൽ ഏത് ആർട്ടിസ്റ്റും വായിക്കുമായിരുന്നു അന്ന്. പക്ഷേ ഇന്നിപ്പോൾ ആർട്ടിസ്റ്റ് അങ്ങനെ രക്ഷപ്പെട്ട് ഭയങ്കര ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാൾ മാറി 2 ഓസ്കാറൊക്കെ വാങ്ങിച്ച് നിൽക്കുന്ന റഹ്മാൻ 10ാം വയസ്സിൽ എനിക്ക് എൻ്റെ കീബോർഡ് വായിച്ചാണ്. അത് എൻ്റെ ഒരു ക്രെഡിറ്റ് കൊണ്ടല്ല, എല്ലാവർക്കും അന്ന് മദ്രാസിൽ പലർക്കും വായിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള എനിക്കത് ക്രെഡിറ്റാണ്. കാരണം എൻ്റെ പാട്ടിന് വായിച്ച 10ാം വയസ്സിൽ കീബോർഡ് വായിച്ച ആ ആർട്ടിസ്റ്റ് അവിടെ നിന്ന് വളർന്ന് ലോകം മുഴുവൻ ആ സന്തോഷമാണ് എനിക്ക്. ഒരിക്കലും അതിലൊരു സങ്കടമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് അങ്ങനെ അത് വരാത്ത, അത് ഈശ്വരൻ ഓരോ എന്താ പറയുക തീരുമാനിച്ച് വിട്ടിട്ടുണ്ട്. അതല്ലാതെ അതുകൊണ്ട് രാജാമണി കിളിക്കൊഞ്ചലിൽ എനിക്ക് അസിസ്റ്റ് ചെയ്യുന്ന രാജാമണിയാണ്. ഇത് അവർ വളർന്നു എന്ന് വെച്ചാൽ അവരുടെ കഴിവ് കൊണ്ടാണ് വളർന്നത്. ഭാഗ്യവും കഴിവും അതിനോടൊപ്പം തന്നെ ഭാഗ്യവുമുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഘടകം തന്നെയാണ് ഭാഗ്യം. കഴിവ് മാത്രം പോരാ. പിന്നെ ഇത് പറയുന്ന പോലെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം വരണമായിരിക്കാം, സമയമാവാത്തതുകൊണ്ടാവാം. സിനിമാക്കാരിൽ സ്വന്തം സുഖവും സുരക്ഷിതത്വവും നോക്കുന്നവരാണ് ഏറെയും. പക്ഷേ ദർശൻ രാമൻ അവരിൽ നിന്നൊക്കെ ഏറെ വിഭിന്നനായിരുന്നു. തന്നെക്കാൾ ഉപരി തനിക്കൊപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ എപ്പോഴും മനസ്സ് വച്ചിരുന്നു ഇദ്ദേഹം. കലയെ കച്ചവടമായി കണ്ട് സിനിമയെ സമീപിച്ചിരുന്നവരോട് ചങ്ങാത്തമുണ്ടാക്കാനും ഇദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ താലോലം ബാലചന്ദ്രൻ ബാലുകുര്യത്തിന് ചെയ്തിട്ടുള്ള താലോലം ചെയ്തിട്ടുണ്ട്. തുളസിദാസിൻ്റെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ശാന്തിവിള ദിനേഷ് ചെയ്തിട്ടുള്ള സീരിയൽ ചെയ്തിട്ടുണ്ട്. പാട്ടുകളെല്ലാത്തിനും അതിലൊക്കെ പാട്ടുകൾ ഹിറ്റുമാണ്. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മൾ വേണം, എന്നെ സ്നേഹിക്കുക, എന്നെ വേണം എന്ന് പറഞ്ഞ് വരുന്നിടത്തൊക്കെ ഞാൻ ഒരു മറയില്ലാതെ തന്നെയാണ്. മറ്റു ഉപാധികളോ മറ്റു കമ്മിറ്റ്മെൻറ്റ്സോ ഒന്നുമില്ലാതെ, എന്താ പറയുക കമൻസോ ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ ഒരു ഡിമാൻഡോ ഒന്നുമില്ലാതെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ പിന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സത്യം, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരുത്തരാണ് ഞാൻ. വഴക്കാളി എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ്. ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല. ചില പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ചീറ്റ് ചെയ്യാൻ മാത്രം വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ എന്തിനാണ് റെക്കോർഡിങ് കഴിഞ്ഞ് തിരിച്ച് ഇവിടുത്തെ എല്ലാം എൻ്റെ കൂടെ വായിച്ചിട്ട് ഏത് ആർട്ടിസ്റ്റിൻ്റെ ചോദിച്ചാലും പറയും. അവർ ഒരു കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർ പോലും ഒരു സുപ്രഭാതത്തിൽ മ്യൂസിക് ഡയറക്ടർക്ക് ആയപ്പോൾ അതുവരെ വർക്ക് ചെയ്തവരെ മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്കറിയാം, ആരുടെയും പേര് ഞാൻ പറയണില്ല. പുള്ളി മ്യൂസിക് ഡയറക്ടർ ആയപ്പോൾ പുള്ളി ആ തലത്തിൽ മാത്രം നിന്ന് അങ്ങ് പോയി. ഞാൻ ഇന്നലെ കഴിഞ്ഞ സീരിയൽ ചെയ്തപ്പോൾ പോലും എൻ്റെ അവസാനത്തെ ആർട്ടിസ്റ്റിനെ പറഞ്ഞു വിട്ടിട്ടേ ഞാൻ അവിടെ നിന്ന് പോകും. അത് എൻ്റെ സ്വഭാവമാണത്. ഞാൻ ഒരിക്കലും സിനിമയിൽ ഉള്ള കാലത്തും ഡയറക്ടറും പ്രൊഡ്യൂസറും അല്ലെങ്കിൽ അങ്ങനെ ആർട്ടിസ്റ്റുകളെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടേ ഇല്ല. എൻ്റെ സ്വത്ത് എന്ന് ഞാൻ കണ്ടിട്ടുള്ള വഴി എൻ്റെ കൂടെ വായിക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. അവരുണ്ടെങ്കിലേ ഞാനുള്ളൂ. ദർശൻ രാമൻ്റെ കുടുംബം എന്നത്
ഭാര്യയും ഇദ്ദേഹവും മാത്രമാണ്. സംഗീതം നിറയുന്ന വീട്ടിൽ മക്കളില്ലാത്ത വേദന മറ്റാരെയും അറിയിക്കാതെ ഭാര്യ ഭർത്താക്കന്മാർ സ്വയം പങ്കുവയ്ക്കുന്നു. ഇതെൻ്റെ ഭാര്യ ഗീത. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. സംഗീതത്തിന് പാടുമൊന്നുമില്ല, പക്ഷേ ഭയങ്കരമായ വിമർശനം നടത്തും. സംഗീതം ഒന്ന് കേട്ടിട്ട് അവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കണമല്ലോ, എന്തോ പോലെയൊക്കെ ഇരിക്കണം, എന്തോ പറയുന്നത് പറയാം, ഇന്നെന്ന് പാടി പറയാറില്ല, പക്ഷെ എന്തോ പറയാം. പക്ഷേ അത് കറക്റ്റുമായിരിക്കും. കാരണം ഒരു തേർഡ് പേഴ്സൻ്റെ ലെവലിൽ ഒരു ശ്രോതാവിൻ്റെ ലെവലിൽ നമ്മൾ പറയും.